അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്നുണ്ട്. അർജുൻ, കണ്ണൂരാകെ കലുഷിതമായിരിക്കുമല്ലോ. കാരണം സുധാകരനെ സംബന്ധിച്ച് ഓരോ തീരുമാനമാണ് ഇടവേളകളില്ലാതെ വരുന്നത് എന്നുള്ളതാണ്. ഒരു തവണ സുധാകരൻ മത്സരം ഉറപ്പിക്കുന്നു, രണ്ടാമത്തെ തവണ സുധാകരൻ ഇല്ലെന്ന് പറയുന്നു, വീണ്ടും മത്സരം ഉറപ്പിക്കുന്നു, ആ സമയത്ത് പടക്കം പൊട്ടിക്കുന്നു, ഇപ്പോൾ വീണ്ടും ഇല്ല എന്ന് പറയുന്നു. സുധാകരൻ ഒരു അന്തിമ തീരുമാനം എടുക്കുമ്പോൾ ആ കൂടെ നിൽക്കുമോ കണ്ണൂരിലെ കോൺഗ്രസ്? മധു, കണ്ണൂരിലെ കോൺഗ്രസ് ഒന്നടങ്കം സുധാകരന് പിന്നിൽ നിന്നിട്ടില്ല എങ്കിൽ കൂടിയും സുധാകരന് കണ്ണൂരിൽ കോൺഗ്രസിനകത്ത് ഒരു വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ടാകും എന്നുള്ള വലിയ കോൺഫിഡൻസ്, ആത്മവിശ്വാസം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് കെ സുധാകരൻ കടക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കോൺഗ്രസ് നേതൃത്വത്തെയാണ് സുധാകരൻ വെല്ലുവിളിക്കാൻ ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും കണ്ണൂരിൽ ഇത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കണ്ണൂരിൽ 5 സീറ്റ് ലക്ഷ്യമിട്ടാണ് UDF പ്രചരണത്തിനിറങ്ങിയത്, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പിലേക്ക് കടന്നത്. പക്ഷേ 5-ൽ ഒരെണ്ണം മാത്രം, അതും കെ സുധാകരന്റെ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു കോൺഗ്രസ് ബെൽറ്റ് ആയതുകൊണ്ട് മാത്രം അവിടെയും ഭൂരിപക്ഷം കുറയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഇരിക്കൂർ മണ്ഡലമാണ്. ഇരിക്കൂർ ഒരു സേഫ് ആയിട്ടുള്ള ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുന്ന, UDF ജയിക്കുന്ന ഒരു മണ്ഡലം. പക്ഷേ മറ്റുള്ള 4 മണ്ഡലങ്ങൾ, അതിൽ 2 ലീഗിൻ്റെതാണ്, 2 കോൺഗ്രസിൻ്റെതാണ്. ഈ 4 സുധാകരൻ എഫക്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ സുധാകരൻ ഒറ്റക്കിറങ്ങിയാൽ ആ സുധാകരനോടൊപ്പം നിൽക്കാൻ അണികളുടെ ഒരു വൃന്ദമുണ്ടാകും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും, അല്ലെങ്കിൽ ഒട്ടും നിസ്സാരമല്ലാത്ത അണികളുടെ ഒരു പിന്തുണ തനിക്കുണ്ടാകും എന്നുള്ളതാണ് സുധാകരൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നടന്ന പ്രതിഷേധങ്ങളും പടക്കം പൊട്ടിക്കലും ആഹ്ലാദവും ഒക്കെ കാണേണ്ടത് അതിൻ്റെ ഒരു സൂചന എന്ന തരത്തിൽ തന്നെയാണ്. എന്തായാലും കണ്ണൂർ സീറ്റിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് സുധാകരനും കോൺഗ്രസും, അല്ലെങ്കിൽ സുധാകരനും UDF-ഉം നേർക്കുനേർ മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മാറുമോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്, പേരാവൂരിൽ KPCC അധ്യക്ഷൻ, കോൺഗ്രസിന്റെ തലവൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ് സണ്ണി ജോസഫിന് ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കെ സുധാകരൻ വെല്ലുവിളിയാകാൻ വേണ്ടി പോകുന്നത് എന്ന് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്, മുസ്ലിം ലീഗിന് 2 സീറ്റുകൾ കണ്ണൂരിലുണ്ട്. ഒന്ന് കൂത്തുപറമ്പാണ്, മറ്റൊന്ന് അഴീക്കോടാണ്. ഈ 2 ഇടങ്ങളിലും എങ്ങനെ ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നത് വലിയ രീതിയിൽ, അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം 2 ഇടങ്ങളിലും വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ട മണ്ഡലമാണ് അഴീക്കോട്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് മുസ്ലിം ലീഗ് അവരുടെ ജില്ലാ പ്രസിഡന്റിനെ തന്നെ മത്സരിപ്പിക്കുന്നത്. പക്ഷേ സുധാകരൻ ഇടഞ്ഞാൽ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരിലും അതിന്റെ ചലനങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സുധാകരൻ ഇല്ലാതെ നേരിട്ടാൽ കോൺഗ്രസിന് തിരിച്ചറിയാൻ വേണ്ടി പോകുന്നതെന്ന്, പാർട്ടിക്ക് പുറത്തേക്ക് പോകും എന്ന വാർത്തകൾ വലിയ തോതിൽ ഉണ്ടായപ്പോഴാണ് ഹൈക്കമാൻഡ് വഴങ്ങുന്നു എന്നൊരു പ്രതീതി ഉണ്ടായത്. പക്ഷേ സുധാകരൻ ഇനി മത്സരിക്കുന്നില്ല എന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്നത് എങ്കിൽ കെ സുധാകരൻ എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഏറ്റവും പ്രശ്നം. കെ സുധാകരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പടക്കം പൊട്ടിച്ചവർ പാർട്ടിക്ക് പുറത്തേക്കാണ് സുധാകരൻ എന്ന വാർത്തകൾ വരുമ്പോൾ ഒപ്പമുണ്ടാകുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ആ വാർത്തകൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്.